എല്ലാ ആത്മമിത്രങ്ങൾക്കും നമസ്കാരം. നമ്മളിപ്പോൾ കർക്കിടക മാസമാണ്. എല്ലാവരും ആരോഗ്യ പരിരക്ഷയൊക്കെ നോക്കുന്ന സമയമാണ്. പഞ്ഞക്കർക്കിടകം എന്നൊക്കെ ആയിരുന്നു പണ്ടത്തെ കാലത്ത് പറയുന്നതെങ്കിലും ഇപ്പോഴങ്ങനെയൊന്നുമില്ല. ഇപ്പം എല്ലാ മാസവും സുഭിക്ഷമാണ്. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നുവെങ്കിലും പിന്നെ നമ്മൾ രാമായണ മാസമായിട്ടിത് ആഘോഷിക്കുകയാണ് അല്ലേ. ശ്രീരാമ കഥകൾ, രാമായണം എല്ലാ വീടുകളിലും വായിക്കുന്നുണ്ട്. ഇതൊരു രാമായണ മാസമാണ്. മര്യാദാ പുരുഷോത്തമനായ ശ്രീരാമസ്വാമിയുടെ കഥകൾ നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുകയാണ്. ആ കഥകളിലൂടെ എന്തൊക്കെയാണ് ഒരു സാഹോദര്യം, എന്തൊക്കെയാണ് അച്ഛനും മകനുമായിട്ടുള്ള ബന്ധം, എന്തൊക്കെയാണ് ബന്ധങ്ങളുടെ പ്രത്യേകത, അതിൻ്റെ വാല്യൂ എന്താണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഭാര്യാഭർത്തൃ ബന്ധം എങ്ങനെയാണ്, പാതിവൃത്യം എങ്ങനെ, ഇതൊക്കെ നമ്മൾ ഓരോന്നോരോന്നും പഠിക്കുന്നത് രാമായണത്തിൽ കൂടിയാണ്. ഈ കഥകളിലൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ കഥകളുടെ പുറകെ പോവുകയല്ല വേണ്ടത്. ആ കഥകളിലെ തത്വമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്താണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ എന്താണത് പറയേണ്ട ഒരു മെസ്സേജ് ആ കഥകളിൽ കൂടി. ഇതാണ് നമ്മൾക്ക് ഏറ്റവും അധികം പ്രത്യേകത. ഈ ആരോഗ്യ പരിപാലനത്തിന് നമ്മുടെ വിശ്വമഹാഗുരു, മാനവികതയുടെ വക്താവായിരുന്ന ശ്രീനാരായണ ഗുരുദേവൻ പഞ്ചശീലങ്ങളെപ്പറ്റി നമുക്ക് പറയേണ്ട, പഞ്ചശുദ്ധിയെപ്പറ്റി പറയുന്നുണ്ട്. ആ പഞ്ചശുദ്ധി എന്തൊക്കെയാണെന്നുള്ളതാണ്. അത് നമ്മൾ സ്വായത്തമാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ആരോഗ്യം നമ്മൾക്ക് തന്നെ സ്വായത്തമാക്കാൻ സാധിക്കും. അദ്ദേഹം പറയുന്ന പഞ്ചശുദ്ധി എന്ന് പറഞ്ഞാൽ ഒന്ന് ശരീരശുദ്ധിയാണ്, ഒന്ന് മനഃശുദ്ധിയാണ്, ഒന്ന് വാക്ശുദ്ധിയാണ്, പിന്നൊന്ന് ഇന്ദ്രിയശുദ്ധിയാണ്, പിന്നൊന്ന് ഗ്രഹശുദ്ധിയാണ്. ഇത് അഞ്ചും നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമുക്ക് പരിപൂർണ്ണ ആരോഗ്യം നേടാൻ സാധിക്കും. അതിന്നും വളരെ പ്രസക്തമായൊരു കാര്യം തന്നെയാണ്. നമുക്ക് ശരീരശുദ്ധി എന്ന് പറയുമ്പോൾ എല്ലാവരും രാവിലെ കുളിക്കുന്നവരാണ്, വൃത്തിയായ വസ്ത്രം ധരിക്കുന്നവരാണ് ഒക്കെ അല്ലേ. പണ്ടത്തെ കാലത്താണെങ്കിൽ വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വരുമ്പോൾ വീടിൻ്റെ വാതിക്കൽ ഒരു കിണ്ടി വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് കാല് കഴുകി അകത്ത് കയറാൻ പറ്റുള്ളൂ. കൈയെല്ലാം കഴുകി അങ്ങനെയൊക്കെ മുഖമൊക്കെ കഴുകി അങ്ങനെയൊക്കെ വരാറുള്ളൂ. വളരെ ശുദ്ധി. പക്ഷെ നമ്മളെ ഇപ്പം എന്ത് ചെയ്തു? നമ്മുടെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഈ സംസ്കാരങ്ങളുടെ ഇടയിൽ കൊറോണ വരേണ്ടി വന്നു, നമുക്കിപ്പോൾ അല്ലേ കോവിഡ് ടൈം വരേണ്ടി വന്നു. ഇതെല്ലാം വീണ്ടും ഓണിപ്പിക്കാൻ. കൈ സോപ്പിട്ട് കഴുകണം, കൈയും കാലും കഴുകണം, കുളിക്കണം, പുറത്തുപോയ വസ്ത്രങ്ങളെല്ലാം അപ്പം തന്നെ കഴുകണം. ഇതൊക്കെ നമ്മൾ വീണ്ടും എല്ലാം പഠിക്കുക ചെയ്തത്. ഇതൊക്കെ പ്രപഞ്ചം നമ്മളെ പഠിപ്പിക്കുകയാണ് വീണ്ടും വീണ്ടും. പഴയ കാലങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം അർത്ഥവത്തായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ശരീരശുദ്ധി വേണം. നമുക്കറിയാം ഈ പരമാത്മ ചൈതന്യം, പ്രപഞ്ചത്തിൻ്റെ ഒരു അംശം തന്നെയാണ് നമ്മുടെയൊക്കെ ഉള്ളിരിക്കുന്ന ആ ഒരു സത്ത് എന്ന് പറയുന്നത്. നമ്മൾ ചത്തു പോകുമ്പോൾ എന്ന് പറയുമ്പോൾ സത്തുപോയി എന്ന് നമ്മൾ പറയും അല്ലേ. ആ സത്തുപോയി അല്ലെങ്കിൽ ജീവൻ പോകുമ്പോഴാണ് ചത്തുപോയി എന്ന് പറയുന്നത്. ആ ജീവൻ എന്ന് പറയുന്നത് പരമാത്മാവിൻ്റെ ഒരു ചെറിയ കണികയായ ജീവാത്മാവ് തന്നെയാണ്. അതാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അത് അപ്പോൾ എന്താണ്, ഒരു ക്ഷേത്രം, നമ്മളൊരു മൂർത്തി ഇരിക്കുന്നു, ആ ക്ഷേത്രം വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നു എന്നതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ ആത്മാവിരിക്കുന്ന ക്ഷേത്രമായിട്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ കാണണം. ശരീരമാദ്യം ഖലുധർമ്മ സാധനം എന്നാണ്. ഈ ശരീരമാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മുടെ ശരീരത്തിനെ അമിതമായി നമ്മളതിനെ സൂചിപ്പിക്കുകയല്ല, എന്നാൽ ഒട്ടും ശ്രദ്ധിക്കാതെ ഇരിക്കരുത്. നമ്മൾ വളരെ ശുദ്ധമായും വൃത്തിയായും വെടുപ്പായും സൂക്ഷിക്കണം, ഒരു ക്ഷേത്രം പരിപാലിക്കുന്നത് പോലെ എന്നാണ് ശരീരശുദ്ധി എന്ന് പറയുന്നത് അല്ലേ. അടുത്തത് നമുക്ക് മനഃശുദ്ധിയാണ്. മനഃശുദ്ധി എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഈ ആത്മാവിൻ്റെ 3 ഗുണങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. സ്നേഹം, ആനന്ദം, കാരുണ്യം. ഇത് 3 മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ജീവാത്മാവിൻ്റെ ഒരു ശരിയായ സ്വഭാവങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് എപ്പോഴും ആ നല്ല മനസ്സോടെ മറ്റുള്ളവരെ കാണുക, നല്ലത് ചെയ്യുക, നല്ലത് പ്രവർത്തിക്കുക, അങ്ങനെയുള്ള നന്മകൾ, മറ്റുള്ളവരുടെ നന്മകൾ കണ്ടെത്താണെന്ന് നോക്കും. പക്ഷെ നമ്മൾ 2 പേര് കൂടിക്കഴിഞ്ഞപ്പോൾ എന്തായിരിക്കും, മൂന്നാമതൊരാളുടെ കുറ്റവും കുറവുമായിരിക്കും നമ്മളവിടെ പറയുന്നത്. അവൻ അങ്ങനെ ചെയ്തു, ഇവനിങ്ങനെ ചെയ്തു, അവളിങ്ങനെ കാണിക്കാൻ പാടുണ്ടോ, അവളെന്താ ഇങ്ങനെ പെരുമാറി, ഇങ്ങനെയൊക്കെയുള്ള കുറ്റങ്ങളും കുറവുകളുമാണ് മറ്റൊരാളെ പറ്റി നമ്മൾ പറയാറ്. പക്ഷെ അതിന് പകരം മറ്റുള്ളവരിലെ നന്മ കാണാൻ ഒരു മനസ്സ് നമ്മൾക്കുണ്ടാവണം. എല്ലാവരും നല്ലവരാണ് അല്ലേ, പക്ഷേ സാഹചര്യങ്ങളാണ് വളരെ ചിത്തയാക്കുന്നത്. പക്ഷെ നമ്മളത് ഉൾക്കൊള്ളണം. അവരെങ്ങനെ, അവരുടെ നന്മ എന്തൊക്കെയുണ്ട്, അങ്ങനെ ആ നന്മകൾ മാത്രം നമ്മൾ കാണാൻ തുടങ്ങിയാൽ എല്ലാവരും നല്ലതായിട്ട് നമ്മൾ കാണാൻ പറ്റും. മറ്റുള്ളവരുടെ നന്മ കണ്ടെത്തുക. നമ്മൾ 3 കുരങ്ങന്മാരെ പലയിടത്തും വല്ല പ്രതിമ ഇരിക്കുന്നില്ലേ, ഒന്ന് ചെവി പൊത്തും, ഒന്ന് വാ പൊത്തും, ഒന്ന് കണ്ണു പൊത്തും. അപ്പം ചീത്ത ഞാൻ കാണില്ല, ചീത്ത ഞാൻ കേൾക്കില്ല, ചീത്ത പറയില്ല എന്ന് പറയുന്നത് പോലെ നമ്മൾ ആരുടെയും ഒരു കുറ്റവും കുറവും മനസ്സിന് ശുദ്ധി ഉണ്ടാവണമെന്നാണ്.
നമ്മൾ ഒരു അപവാദം പറയും പലരെയും പറ്റി അല്ലേ. മൂന്നാമതൊരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരെ കൊണ്ട് നമ്മൾ എന്താ പറയുക, രണ്ടുപേരും കൂടിക്കഴിഞ്ഞാൽ അടുത്ത വീട്ടിൽ അല്ലെങ്കിൽ അടുത്ത ഇതിൽ നമ്മളിപ്പോൾ ഒരു എന്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും അതിനെ ഇങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുക. അവരെപ്പറ്റി നമ്മൾ അവരുടെ അസാന്നിധ്യത്തിൽ നമ്മൾ അവരെ പറ്റിയുള്ള കുറവും കുറ്റവും കുറവും ഒക്കെ പറയും. പക്ഷേ ഭഗവാൻ അതിനകത്ത് പറയുന്നത് എന്താണെന്നറിയോ, അവരുടെ കർമ്മദോഷങ്ങൾ ഈ പരദൂഷണം പറയുന്നൊരു പരദൂഷണം, മറ്റുള്ളവൻ്റെ ദുഷിപ്പ് പറയുന്നതിനെയാണ് പരദൂഷണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്നവർ മറ്റുള്ളവൻ്റെ കർമ്മഫലങ്ങളെ നമ്മുടെ നാവ് കൊണ്ട് വൃത്തിയാക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ അവരുടെ കർമ്മഫലം നമ്മൾ ഭക്ഷണം കാലത്ത് നമ്മൾ എടുക്കുകയാണ്. വേറൊരാളെ നമ്മൾ ദുഷിപ്പ് പറയുമ്പോൾ, വേറെ പറ്റി നമ്മൾ മോശം പറയുമ്പോൾ ചിലപ്പോൾ അവരറിയുന്ന പോലും ഉണ്ടാവില്ല. ഒരുപക്ഷെ വളരെ അസത്യമായ രീതിയിലായിരിക്കും അതങ്ങ് വേഗം പരക്കുന്നത്. മോശം കാര്യങ്ങൾ വേഗം പരക്കുമല്ലോ. ആ രീതിയിൽ നമ്മളും അത് കേട്ട് ഏറ്റു പറയുകയാണ്. ശരിയോ തെറ്റോ നമ്മൾ നോക്കാറില്ല. അതാണ് പരദൂഷണം. പണ്ടൊരു കഥ പറയില്ലേ, ഒരു സന്യാസി താമസിക്കുന്ന വീടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ഭാര്യയും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഭാര്യയുണ്ട്. അടുത്ത വീട്ടിൽ ഒരു വയസ്സായ മനുഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ മകളും ഉണ്ട്. താമസിക്കാൻ വന്നു. വെളിയിൽ ദൂരെ നിന്ന് താമസിക്കാൻ വന്നതാണ്. അവർ പക്ഷേ വളരെ അച്ഛനും മോളും വളരെയധികം സ്നേഹത്തിലും ഐക്യത്തിലുമായിരുന്നു. എന്ത് കാര്യത്തിനും അവർ ഒരുമിച്ച് വെളിയിൽ പോകുള്ളൂ വരുള്ളൂ. മനുഷ്യൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് വളരെ മോശമായിട്ട് പറയാൻ തുടങ്ങി. അത് അച്ഛനും മോളൊന്നുമല്ല, വെറുതെ തോന്നിയാസം കാണിക്കുന്നതാണ്. അവർ ഇത്ര പ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർക്ക് അതിനകത്ത് നമ്മൾ സാധാരണ കേൾക്കാറുണ്ടല്ലേ, ഈ ലോകത്തിപ്പോൾ കലികാലത്ത് ഇതൊക്കെ പലയിടത്തും നടക്കാറുണ്ടെന്ന് പറയുന്നു. പത്രങ്ങളിൽ ഇതൊക്കെ വരുന്നു. ഇതൊക്കെ നമുക്കൊന്നും വിശ്വസിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ പലതും കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇതെന്ത് ചെയ്തു, നാട് മുഴുവൻ ഇതങ്ങ് പരന്നു. നാട് മുഴുവൻ പരന്നു കഴിഞ്ഞപ്പോൾ ഈ സന്യാസി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഭാര്യയുണ്ട്. അദ്ദേഹം എന്നിട്ട് ഭക്ഷണം കൊടുക്കുമ്പം ആ ഭാര്യ പറയുകയാണ്, ഇതാ കേട്ടില്ലേ, അടുത്ത വീട്ടിലെ ആൾക്കാരെ പറ്റി ഒരു കഥ കേട്ടു. അപ്പോൾ സന്യാസി ചോദിച്ചു, എന്ത്? അത് അടുത്ത വീട്ടിലെ അത് ഭാര്യയും ഭർത്താവും പോലെയാണ്. അവർ അച്ഛനും മോനൊന്നും അല്ല, ഭാര്യയും ഭർത്താവുമായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇദ്ദേഹം അങ്ങ് ചിരിച്ചു. സന്യാസി ചിരിച്ചിട്ട് പറയാം, 100ാമത്തെ അട്ട നീ തിന്നു, നിനക്കാണ് വെച്ചിരിക്കുന്നത്. ഒരു 100ാമത്തെ അട്ടയോ, അതെന്താണ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു കർമ്മഫലം ഉണ്ടായിരുന്നു. അദ്ദേഹം കർമ്മദോഷം കഴിഞ്ഞ് അദ്ദേഹം മരണപ്പെട്ട് ചെല്ലുമ്പോൾ 100 അട്ടകളെ തിന്നണമെന്നുള്ളത്. ഇപ്പോൾ പലരും വിധിച്ചെടുത്തു 100ാമത്തെ അട്ട താ നിനക്കാണ്. കാരണം അദ്ദേഹത്തെപ്പറ്റി ഇല്ലായ്മ പറയുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ കർമ്മഫലം കൂടെ ഏറ്റെടുക്കണം എന്നാണ് അതിൻ്റെ കഥയുടെ ഒരു പൊരുളായിട്ട് നമ്മൾ പറയുന്നത്. ഒരു കഥയാണെങ്കിൽ പോലും അതിലെ തത്വം ഇതാണ്. അപ്പോൾ അതേപോലെ മറ്റുള്ളവരെ പറ്റി നമ്മൾ അപവാദം പറയാതിരിക്കുക. മനസ്സിന് ശുദ്ധമായും വൃത്തിയായും മനസ്സെപ്പോഴും ശുദ്ധമായിരിക്കുക. എന്തിനും നന്മ കാണുക. ഈ പ്രപഞ്ചത്തിൽ വിശാലമാണ്. എന്ത് നല്ല മരങ്ങളിരിക്കുന്നു, എന്ത് നല്ല ചെടികളിരിക്കുന്നു. നമ്മളൊന്ന് വെളിയിലോട്ട് ഇറങ്ങി നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ കാണുന്നത് എല്ലാം സുന്ദരമായിരിക്കും. എല്ലായിടത്തും നന്മ കാണാൻ പറ്റും അല്ലേ. അതേപോലെ മനസ്സിൻ്റെ ശുദ്ധി. പിന്നൊന്നാണ് ഗൃഹശുദ്ധി. വീടിൻ്റെ ചുറ്റുപാടും നമ്മളെല്ലാം വൃത്തിയാക്കി അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി. നമ്മൾ സാറിന് ഇപ്പോഴെങ്ങനെയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴല്ലേ. എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് കൂനകളാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്ലാസ്റ്റിക് ഇത് വൃത്തിയാക്കാൻ ഇറങ്ങിയ ഒരു ഓട നന്നാക്കാൻ ഇറങ്ങി. പക്ഷേ അതുപോലെ ആ മനുഷ്യൻ കലുങ്കിൻ്റെ ഇടയിൽപ്പെട്ട് ഈ വേസ്റ്റിൻ്റെ ഇടയിൽപ്പെട്ട് മരണപ്പെട്ട ഒരു സംഭവമാണ്. എന്ത് ദുഃഖജനകമാണത്. അപ്പോൾ നമ്മൾ മനുഷ്യൻ തന്നെയാണ് ഇതെല്ലാം വേസ്റ്റ് കൊണ്ട് വലിച്ചെറിഞ്ഞ് പ്ലാസ്റ്റിക് കൂനകളാക്കുകയാണ്. അപ്പോൾ എന്താ, ഈ അന്ന് ഒരു കാലത്ത് ഈ ആമയഴിഞ്ഞാൻ തോട്ടിക്കൂടി ഒരു ബുൾഡോസർ കടന്നു പോയി എന്നാണ് പറയുന്നത്, ആ ചാനലിൽ കൂടി. പക്ഷെ അതിപ്പോൾ മനുഷ്യന് പോലും ഒരു 2-3 മീറ്റർ താണ്ടാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല. പ്ലാസ്റ്റിക് നിറഞ്ഞ് നിന്നിട്ട് ഇത് ദുഃഖകരമായ അവസ്ഥയാണ്. ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇതേപോലെ തന്നെയാണ് എല്ലായിടത്തും ഇപ്പോൾ കാണും. നമ്മൾ വേസ്റ്റ് കൂനകൾ കാണാത്തൊരു സ്ഥലമില്ല. പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. അപ്പോൾ സ്വന്തം വീട്ടിലെ വേസ്റ്റ് വെള്ളത്ത് കൊണ്ട് എറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോലി തീർന്നു, നമ്മൾ രക്ഷപ്പെട്ടു. ഇതാണ് ഓരോരുത്തരുടെയും ഒരു കാഴ്ചപ്പാട്. അപ്പോൾ നമ്മുടെ ഗൃഹം, നമ്മുടെ വീട് വൃത്തിയാക്കി വെക്കുക. ഓരോന്നും അവിടെ ഇവിടെയില്ല. ഓരോരുത്തരും സ്വന്തം വീട് നന്നായാൽ എല്ലാവരും നന്നാവും. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നാണ് പറയുക. നമ്മളത് വൃത്തിയായി നമ്മുടെ വീട് സൂക്ഷിക്കുക. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ കാണുന്നില്ല, ബിസ്ക്കറ്റ് തിന്നാലും മുട്ടായി തിന്നാലും വലിച്ചെറിഞ്ഞ്. പക്ഷേ നമ്മൾ അന്ന് അവരെ കുഞ്ഞുങ്ങളാകുമ്പോഴേ തന്നെ അവരെ ഒരു ബോക്സിൽ അതിടാനും ഒരു വേസ്റ്റ് ബോക്സിൽ കൊണ്ടിടാനും അവരെ എപ്പോഴും പഠിപ്പിക്കണം. അവരവരുടെ ഗ്ലാസും പ്ലേറ്റും ഒക്കെ തന്നെ കഴുകാനും ഒക്കെ അവരെ അപ്പോഴേ ശീലിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഗൃഹശുദ്ധി അതാണ്. പിന്നൊന്നാണ് ഇന്ദ്രിയശുദ്ധി. ഇന്ദ്രിയങ്ങളെന്ന് പറയാൻ നമുക്കറിയാം 5 സെൻസാണ്.
ചെവി കൊണ്ടും കണ്ണുകൊണ്ടും മൂക്കുകൊണ്ടും നാവ് കൊണ്ടും സ്കിൻ കൊണ്ടും ഇതൊക്കെ നമ്മൾക്ക് ഇന്ദ്രിയ ശുദ്ധി ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആരോഗ്യം പരിപൂർണമായിട്ട് കിട്ടുന്നുണ്ടാവും. നല്ലത് മാത്രം കേൾക്കാൻ നിൽക്കുക, മറ്റുള്ളവരെ പറ്റി നല്ലത് അല്ലെങ്കിൽ നല്ല നല്ല ഈശ്വര കഥകൾ കേൾക്കുക, നമുക്ക് നന്മ മാത്രം പോസിറ്റീവ് ടോക്സ് മാത്രം കേൾക്കുക അല്ലേ. പിന്നെ ഒന്ന് കണ്ണുകൊണ്ടാണെങ്കിൽ നമ്മൾ കണ്ടതുപോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണ്. പക്ഷെ കാണുന്നതിലൊക്കെ ആനന്ദം കണ്ടെത്തുക, സൗന്ദര്യം കണ്ടെത്തുക. പിന്നെ വാസന എന്ന നല്ല നല്ല ഇപ്പോൾ ക്ഷേത്രത്തിൽ നമ്മൾ പോയാൽ അറിയാം, നല്ല ചന്ദനത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും ഭസ്മത്തിൻ്റെയും ഒക്കെ ആ ഒരു സ്മെല്ല്, പനിനീരിൻ്റെ ഒക്കെ മണമാണ്. അതൊക്കെ ഒരു പോസിറ്റീവ് ഫീലിംഗ് നമുക്ക് ഉള്ളിൽ നിറയ്ക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെയാണ് നമുക്ക് നാവെന്ന് പറഞ്ഞാൽ എന്താണ്? നാവിനകത്ത് നമ്മൾക്ക് ഒരാളെ ശത്രുവാക്കാനും മിത്രമാക്കാനും ഈ നാവിന് സാധിക്കുന്നുള്ളതാണ് അല്ലേ. നമ്മുടെ നാക്ക് നല്ലതല്ലെങ്കിൽ നമുക്ക് അടി വാങ്ങിച്ചു തരും നാക്ക്. അതേസമയം നല്ല ഒരു സംസാരമാണെങ്കിലോ നമുക്ക് നന്മയും തരും, നമുക്കത് നല്ല ഒരു പുകഴ്ത്തൽ മറ്റുള്ള നിന്ന് കിട്ടുന്നുണ്ടാവും. അതുപോലെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. നമ്മുടെ ഈ വായിലോട്ടിരിക്കുന്ന എന്ത് സാധനവും നമ്മൾ ടേസ്റ്റ് അറിഞ്ഞ് കഴിക്കുന്നതാണ് ഈ നാവിന് മാത്രമുള്ളത്. അപ്പം നല്ലത് മാത്രം കഴിക്കാൻ നോക്കുക അല്ലേ. പിന്നെ ഇതിൻ്റെ കൂടെ അദ്ദേഹം പഞ്ചശുദ്ധി പറയുന്നുണ്ടെങ്കിൽ പഞ്ചധർമ്മവും പറയുന്നുണ്ടായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ അല്ലേ. അദ്ദേഹം പറയുന്ന പഞ്ചധർമ്മങ്ങളിൽ ഒന്ന്, ഞാൻ ഈ നാവിൻ്റെ ശുദ്ധം പറയുന്ന ഒരു കണക്കിലാണ് ഞാൻ അതും കൂടി ഓർത്തത്. അദ്ദേഹം ഒന്ന് പറയുന്നതാണ് അഹിംസ, സത്യം, അഹിംസ, അപരിഗ്രഹം, ആസ്തേയം, ലഹരിവർജനം. അദ്ദേഹം അതാണ് പഞ്ചധർമ്മങ്ങൾ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് അഹിംസ എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ നാവിനോട് കണക്ട് ചെയ്തിട്ട് വരുന്നതാണ്. ഒന്നിനെയും ഹിംസിക്കാതിരിക്കുക, ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കുക. ഈ പ്രപഞ്ചം എന്ത് വിശാലമായിട്ടുള്ളതാണ്, അനന്തം, അജ്ഞാതം, അവർണ്ണനീയം എന്നാണ് പറയുന്നത് പ്രപഞ്ചം അല്ലേ. ആ പ്രപഞ്ചത്തിൽ എല്ലാ ജീവജാലങ്ങൾക്കും അർഹതയുള്ളതാണ് ജീവിക്കാൻ. എല്ലാ ജീവികളും അവരുടെ കർമ്മഫലം തീർക്കാൻ വേണ്ടിയാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നിനെയും നമ്മൾ കൊല്ലാനോ ഒന്നിനെയും നമ്മൾ നശിപ്പിക്കാനോ ഒരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശമില്ല. പക്ഷെ മനുഷ്യൻ ഇന്ന് എന്താ കാണിക്കുന്നത്? എല്ലാത്തിനെയും എങ്ങനെയൊക്കെ കൊന്ന് തിന്നാമോ അങ്ങനെയൊക്കെ ഓരോന്നിനെയും കൊന്നു തിന്ന് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ നാവിനെ തൃപ്തിപ്പെടുത്താനാണ്. അപ്പോൾ എന്താ, ഈ നാവ് കഴിഞ്ഞ് തൊണ്ടയ്ക്ക് താഴേക്ക് ഇറങ്ങിയാൽ വല്ല ടേസ്റ്റുണ്ടോ, മണമുണ്ടോ, വല്ല എന്തെങ്കിലും ഒരു ഗുണം അതിനകത്തുണ്ടോ? ഒന്നുമില്ല. ഈ നാവിനെ മാത്രം നോക്കിയിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആലോചിക്കുക, അഹിംസ എന്ന് പറയുമ്പോൾ വേറെ ഒന്നിനെ ഹിംസിക്കുക എന്ന് പറയുന്ന വേദനയാണ്. നമ്മുടെ ഒരു ശരീരത്തിലൊരു ഭാഗം മുറിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാഗം മുറിഞ്ഞാൽ, ഒരു കൈ മുറിഞ്ഞാൽ, കാലം മുറിഞ്ഞാൽ നമുക്ക് എന്ത് വേദനയാണ്, എന്ത് സങ്കടമാണ്. അതുപോലെ തന്നെയാണ് ഒരു കോഴിക്കായാലും അതിൻ്റെ കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ ഒരു നായ്ക്കുട്ടിക്കായാലും അതിൻ്റെ മക്കൾ, ഒരു നായ്ക്കായാലും. ഇപ്പം നമ്മൾ ഒരു നായി പ്രസവിച്ച് കിടക്കുന്ന സ്ഥലം ആലോചിച്ചോളൂ. നമ്മൾ പോയി ഒരു നായ്ക്കുട്ടി എടുത്ത് അത് കുറച്ചുകൊണ്ട് ചാടി വരും അല്ലേ. കാരണം അതിനും അതിൻ്റെ കുടുംബം വലുതാണ്. രാമായണത്തിലെ ഒരു ഭാഗമാണ് ഞാൻ ആലോചിക്കുന്നത്. രാമായണത്തിൽ ഇന്ദ്രജിത്ത് നാഗാശ്രയത് ഭഗവാനെ ഹനുമാൻ സ്വാമിയെ പിടിച്ച് കെട്ടി രാവണൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ എന്തു ചെയ്യും? രാവണൻ അവിടെ ഇരുന്നിട്ട് സഭയിൽ ഇരുന്ന് നേരിട്ട് രാവണനോട് കാര്യങ്ങൾ പറയുകയാണ്. അപ്പോഴേക്ക് രാവണൻ ചോദിക്കുക, എടാ നീ എൻ്റെ സൈന്യങ്ങളെയൊക്കെ നീ നശിപ്പിച്ച് കൊന്നവനാണ്, നീ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ആളായിട്ട് ഇരുന്ന് സംസാരിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, മരണഭയം ഇല്ലാതെ ഈ ജീവികൾ ആരും ഈ ഭൂലോകത്തിലില്ല. എല്ലാവർക്കും അവൻ്റെ ജീവനാണ് വലുത്. ശതവയസ്സി ജീർണമെന്നാലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹം നോക്കണം. എല്ലാ ആത്മാക്കൾക്കും 100 വയസ്സായാലും അവർക്ക് അവരുടെ ജീവൻ തന്നെയാണ് വലുത് എന്ന് ഹനുമാൻ സ്വാമി അവിടുന്ന് രാമായണത്തിൽ പോലും പറയുന്നുണ്ട്. കാരണം ഒരു സുനാമിയോ ഒരു പ്രശ്നമോ വന്നാൽ നമ്മൾ ആദ്യം ഓടും അല്ല. നമ്മുടെ കൂട്ടത്തിലുള്ളവരെ നമ്മൾ ആരോഗ്യമൊന്നും നമ്മൾ നോക്കത്തില്ല. സ്വയം രക്ഷപ്പെടണം എന്നുള്ളൊരു ത്വരയാണ് മനുഷ്യന് വരിക, സ്വന്തം ജീവൻ രക്ഷപ്പെടാൻ. അതുപോലെ തന്നെയല്ലേ ഈ ജീവികൾക്കും. ഒരു ഫിഷായാലും അത് കിടന്ന് പിടയ്ക്കുമ്പോൾ നമുക്ക് എന്ത് പ്രയാസമുണ്ട്. അത് ഒരു കോഴിയായാലും അതുങ്ങൾക്കറിയാം അതിനെ ഉപദ്രവിക്കാൻ പോവാണോ എന്ന്. അത് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. അപ്പോൾ നമ്മുടെ എല്ലാ ശക്തിയെടുത്തും മനുഷ്യൻ നോക്കുകയാണ്. ഈ മനുഷ്യൻ മാത്രമാണ് ഒരു ഇതായിട്ട്, നമ്മൾ മൃഗമാണെന്ന് പോലും നമുക്ക് അതിനെ പറയാൻ പറ്റില്ല എന്നുള്ള. മനീഷി എന്ന് പറയുമ്പോൾ നമ്മൾ ബുദ്ധി, ജ്ഞാനം, വിവേകം ഒക്കെ ഉള്ള ഒരു ജീവി, അതാണ് നമ്മൾ മനുഷ്യനായത്. പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നില്ല. നമ്മൾ വേഗം മറ്റുള്ള എല്ലാത്തിനും ഉപദ്രവിച്ച് നമ്മുടെ ഭക്ഷണമാക്കാൻ വേണ്ടി നോക്കുക. പണ്ട് എന്നോട് ഞാൻ കുട്ടിക്കാലത്തൊക്കെ കേട്ടിട്ടുണ്ട്, ഈദി അമീൻ മനുഷ്യമാംസം തിന്നുന്നു. ഞാൻ കേട്ടിട്ടുള്ളതാണ് കേട്ടോ.
ഇന്ത്യക്ക് വെളിയിലുള്ള ഒരു രാജ്യം ഭരിച്ചിരുന്ന ഈദി അമീൻ എന്ന് പറയുന്ന അദ്ദേഹം മനുഷ്യൻ്റെ മാംസം ഭക്ഷിക്കുമായിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടേ, അതിനെന്താ ഒരു വ്യത്യാസം? അതിനെന്തിനാ അവരെ കുറ്റം പറയുന്നത്? കോഴിയെയും ആടിനെയും താറാവിനെയും ഒക്കെ കഴിക്കാമെങ്കിൽ അതിന് ചത്ത ശരീരമല്ലേ? അതേപോലെ തന്നെയല്ലേ മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത് കഴിക്കാൻ പറ്റുന്നതാണ്. അതിനെന്താ കുഴപ്പം എന്നെനിക്കന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അന്നെനിക്ക് വഴക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഇന്ന് ഞാൻ ആലോചിക്കുമ്പോൾ ശരിയാണ്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എല്ലാ ജീവജാലങ്ങളും. അവൻ്റെ കർമ്മഫലം തീരാനാണ് അത് ഭൂമിയിൽ ജനിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ഈ മനുഷ്യനായി നമ്മൾക്ക് കിട്ടുന്നത് നമ്മുടെ പാപപുണ്യങ്ങൾ തുല്യമാവുമ്പോഴാണ് മനുഷ്യജന്മം കിട്ടുന്നതെന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ എത്രയോ ജന്മം എടുത്തു കഴിഞ്ഞാണ് പാറ്റയായിട്ടും പുലിയായിട്ടും. ഇപ്പം ജ്ഞാനപ്പാനയിൽ പറയുന്നില്ലേ, പൂർണ്ണാനന്ദൻ പറയുന്നു, എലി ചത്ത് പുലിയാവുന്നു, നരി ചത്ത് നാരിയാവുന്നു, ഈച്ച ചത്ത് പൂച്ചയാവുന്നു. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 നമ്മുടെ കർമ്മം, നമ്മൾ ഈ ജന്മം ചെയ്യുന്ന കർമ്മം അനുസരിച്ചിട്ടാണ് അടുത്ത ജന്മം നമ്മൾ ഏത് രൂപത്തിലേക്കാണ് നമ്മൾ മാറുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഒന്നും നമ്മൾ ഉപദ്രവിക്കാനുള്ളതല്ല. എല്ലാ മഹനീയ യോഗികളായാലും ഓരോ അവതാരങ്ങളായാലും പറയുന്നത് നിങ്ങൾ ഒന്നിനെയും ഉപദ്രവിക്കരുത്. എല്ലാം അഹിംസയാണ് ഏറ്റവും വലിയ സിദ്ധാന്തമായിട്ട് പറയുന്നത്. ഒന്നിനെ ഉപദ്രവിച്ചല്ല നമ്മൾ ജീവിക്കേണ്ടത്. എല്ലാം അതിൻ്റേതായ കർമ്മഫലത്തിനനുസരിച്ച് ജീവിക്കട്ടെ. അവരവരുടേതായ രീതി അനുസരിച്ച് അവർ മരണപ്പെടുകയോ എന്താണെന്ന് ചെയ്തോട്ടെ. പക്ഷേ ഈ ഓരോ മനുഷ്യനും നമ്മുടെ കർമ്മഫലം ഏറ്റെടുത്ത് നമ്മൾ അതിന് തന്നെ നമുക്ക് സഹിക്കാൻ വയ്യ, എനിക്കിത് മടുത്തു ഈ ജീവിതം, എനിക്കിനി ജീവിക്കാൻ വയ്യ, ഇങ്ങനെയൊക്കെ പറയുന്നൊരു ഒത്തിരി പേര് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ കർമ്മഫലമാണ് ഏതോ ജന്മം ഏതോ ആരോടോ ചെയ്തതിൻ്റെ കർമ്മഫലമാണ് ഈ ജന്മം അവർ കിട്ടുന്നത്, അല്ലേ? അതേപോലെ ആ മൃഗങ്ങളെയും ആ പക്ഷികളെയും ഒക്കെ നമ്മൾ കൊന്നു തിന്നുമ്പോൾ അതിൻ്റെ കർമ്മഫലം നമ്മൾ അതും കൂടി ഏറ്റെടുക്കുകയാണ്. എന്തിനാണ് അത്രയും കഷ്ടം കൂടെ നമ്മൾ എടുക്കുന്നത്? നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മളുടെ ഈ കർമ്മഫലം മാറ്റാൻ നല്ല കർമ്മങ്ങൾ ചെയ്ത് നമ്മൾ കൂടുതൽ കൂടുതൽ ശുദ്ധമായി മാറേണ്ടതിന് പകരം നമ്മൾ ഈ അഹിംസ ചെയ്ത് നമ്മൾ നല്ലവരാകുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോന്നിനെയും ഹിംസിക്കുക, ഓരോന്നിനെയും കൊന്ന് അതിനെ ഭക്ഷിക്കുകയാണ്. അത് ഏറ്റവും വലിയ ഒരു തെറ്റായിട്ട് തന്നെ നമ്മുടെ പഞ്ചധർമ്മങ്ങളിൽ അത് തെറ്റായ ഒരു കാര്യമായിട്ടാണ് ശ്രീനാരായണ ഗുരുവും പറഞ്ഞിരിക്കുന്നത്, എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അതിനെ ഇപ്പോൾ ഞാൻ SMS മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, സൺ മൂൺ ആൻഡ് സ്റ്റാർ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രപഞ്ചവുമായിട്ട് നേരിട്ടുള്ളൊരു സംവദനമാണ്. എല്ലാം സൂര്യഭഗവാനോടും ചന്ദ്രഭഗവാനോടൊക്കെ നേരിട്ട് സംസാരിക്കുക, നേരിട്ട് കാണുകയും എല്ലാം ആനന്ദം അനുഭവിക്കുന്ന ഒരവസ്ഥയാണ്. അദ്ദേഹവും പറയുന്നത്, എൻ്റെ തസ്മൈ ഗുരുജി പറയുന്നതും ഇത് തന്നെയാണ്. നമ്മുടെ കോംപ്ലിക്കേറ്റഡ് മെമ്മറി മാറ്റുക, നമ്മൾ ഒന്നിനെയും ഉപദ്രവിക്കാതിരിക്കുക, അവരുടെ കർമ്മഫലങ്ങളും നമ്മൾ ഏറ്റെടുക്കാതിരിക്കുക. നമ്മളത് ശവക്കറിയാണ് കൂട്ടുന്നത്. മനുഷ്യൻ ശവമായി കഴിഞ്ഞാൽ പിന്നെ അതിന് പേരില്ല, ബോഡി എന്ന് മാറ്റി പറഞ്ഞു. ബോഡി വന്നില്ലേ, ബോഡി കൊണ്ടുവന്നില്ലേ, ഇങ്ങനെ മാത്രമേ നമ്മൾ ചോദിക്കാറുള്ളൂ. പക്ഷേ കോഴി ചത്താലും അത് കോഴി തന്നെയാണ്, ആട് ചത്താലും അത് ആട് തന്നെയാണ്, പോത്ത് ചത്താലും അതിന് അങ്ങനെ തന്നെയാണ്, അല്ലേ? ഇതിന് പേരൊന്നും മാറുന്നില്ല. എന്തുകൊണ്ടാണ്? അതേസമയം നാട്ടിലെ പോത്തിനെ കൊല്ലരുത്, കാട്ടിലെ പോത്തിനെ അതിനെ കൊല്ലാൻ പാടില്ല, നാട്ടിലെ പോത്തിനെ കൊല്ലാം, ഇങ്ങനെയുള്ളൊരു നിയമങ്ങളൊക്കെയാണ് ഓരോ ഗവൺമെൻറ്റും കൂടെ ഇറക്കുന്നത്, അല്ലേ? കാട്ടിലെ മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല, അതൊക്കെ വളരെ പരിരക്ഷിക്കേണ്ടതാണ്. പക്ഷേ ഇതൊക്കെ എന്താ, ഇതുങ്ങൾക്കും ജീവനില്ലേ? ഒരു ഉറുമ്പ് പോലും അതിൻ്റെ കർമ്മം തീർക്കാനാണ് ജീവിക്കുന്നത്. അവരുടെ ഒന്നും ഡൈമെൻഷൻ പോലും നമ്മൾക്കൊന്നും ഇല്ലാത്തവരാണ്. അതുകൊണ്ട് ഈ പഞ്ചധർമ്മങ്ങൾ ആയ അഹിംസ, ആസ്തേയം, അപരിഗ്രഹം, സത്യം, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ പഞ്ചധർമ്മങ്ങളും നോക്കി പഞ്ചശുദ്ധിയെ നോക്കി ജീവിച്ചാൽ മാത്രം നമ്മൾക്ക് പിന്നെ ഈ ഒരു സങ്കടത്തിനും കാര്യമില്ല. പ്രപഞ്ചം നമുക്കെല്ലാം നമ്മുടെ സ്വന്തമാക്കി തരും, അല്ലേ? ഒന്നും നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യം വരുന്നില്ല. സർവം പ്രപഞ്ചനാഥന് സമർപ്പിച്ച് നിഷ്കാമമായിട്ട് ഒരു നിസ്വാർത്ഥമായി നമ്മൾ സർവവും പ്രപഞ്ചത്തിന് സമർപ്പിക്കുക. നമ്മൾക്ക് കൂടെ നമ്മുടെ പ്രപഞ്ചം തന്നെ നമുക്ക്, കാരണം ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ അവന് വേണ്ടതെല്ലാം പ്രപഞ്ചം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ മറ്റുള്ള ആൾക്കാർ എനിക്ക് 4 തലമുറയ്ക്കുള്ളത് എനിക്ക് ഇങ്ങനെ വാരിക്കൂട്ടണം, എത്ര കിട്ടിയാലും അവന് തൃപ്തിയില്ല. 4 തലമുറയ്ക്കുള്ളത് മുഴുവൻ എനിക്ക് സമ്പാദിക്കണം എന്നുള്ള ഈ ചിന്ത വരുമ്പോഴാണ് മറ്റുള്ളവൻ്റെയും കൂടി അവൻ അപഹരിച്ചെടുക്കുകയാണ്. അതാണ് ആസ്തേയം വരുന്നത്, അപരിഗ്രഹം വരുന്നത്. അപ്പം നമ്മളിതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എല്ലാവരും നല്ല ശുദ്ധ ആഹാര രീതി നോക്കി
നല്ലതായ രീതിയിൽ സ്വാത്വിക ഗുണങ്ങളോടുകൂടി ഈ ഭൂമിയിൽ നിറവോടെ ധർമാനുസാരികളായി നീണാൾ വാഴാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.